ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നോക്കാവുന്ന ഷെവർലെറ്റ് ബീറ്റിൻ്റെ ഒരു സ്റ്റീരിയോ ആണ്. നമുക്കൊരാൾ കൊറിയർ അയച്ചു തന്നാണ്. ഇത് വർക്ക് ചെയ്യുന്നില്ല. FM വർക്ക് ചെയ്യുന്നുണ്ട്, USB വർക്ക് ചെയ്യുന്നില്ല. പിന്നെ വർക്ക് ചെയ്യുന്ന സമയത്ത് സെറ്റിനകത്ത് എന്തോ സ്മോക്ക് വരുന്നുണ്ടെന്നാണ് കംപ്ലയിൻറ്റ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഓപ്പൺ ചെയ്തിട്ടൊന്ന് ചെക്ക് ചെയ്യാൻ നോക്കാം എന്താണ് പ്രശ്നമെന്നുള്ളത്. സപ്ലൈ കണക്ട് ചെയ്തിട്ടൊന്ന് ഓണാക്കി നോക്കാം എന്താണ് പ്രശ്നം കാണിക്കുന്നുള്ളത്. സപ്ലൈ വയർ കണക്ട് ചെയ്തിട്ടുണ്ട്. പവർ ഒന്ന് ഓണാക്കിയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. പവർ ഓണാക്കിയിട്ട് യാതൊരു അണക്കവും കാണുന്നില്ല. സോറി, വയർ വിട്ടു പോയായിരുന്നു. നിലവിൽ സെറ്റ് ഓൺ ആവുന്നില്ല. ഷോർട്ടിങ് പോലെ കാണുന്നുണ്ട് സപ്ലൈ കണക്ട് ചെയ്യുമ്പോഴത്തേക്ക്. ലൈറ്റ് ഷോർട്ടിങ് ഒന്നും കാണിക്കുന്നില്ല, പക്ഷേ ഒരു ഷോർട്ടിങ്ങിൻ്റെ ഇതുപോലെ കാണുന്നുണ്ട്. ചെറിയ ലൈറ്റ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഷോർട്ടിങ് നല്ല ചെറുതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് പീസാക്കണം. ബാക്ക് സൈഡിലെ കവറൊക്കെ ചളങ്ങിയൊക്കെയാണ് ഇരിക്കുന്നത്. കൊറിയർ വന്നപ്പോൾ ഇനി എന്തെങ്കിലും പറ്റിയതാണോ, നേരത്തെ മതി ഇങ്ങനെയാണെന്നോ അറിയില്ല. ബാക്കിലെ ഹീറ്റ് സിങ്ക് റിമൂവ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ICയുടെ ലെഗൊക്കെ നല്ലതായിട്ട് ക്ലാവ് പിടിച്ചൊക്കെ ഇരിക്കുന്നത് കാണുന്നുണ്ട്. നമ്മുടെ കത്തിയ പോലെയാണ് ഇരിക്കുന്നത്. ICയുടെ ലെഗ് കത്തിപ്പോയിട്ടുണ്ട്. ODIC പൊക്കി നോക്കി കഴിയുമ്പോൾ ODIC മൊത്തം കത്തിക്കരിഞ്ഞിരിക്കുകയാണ്. പ്രിൻ്റെല്ലാം ബ്രേക്ക് ആയിട്ടുണ്ട്. ഇവിടെ പ്രിൻ്റ് കത്തിയിരിക്കുന്നത് കാണുന്നുണ്ട് PCBയിൽ. പവർ ഓണാക്കിയിട്ടൊന്ന് നോക്കിയേക്കാം വർക്ക് ചെയ്യുന്നുണ്ടോ.
വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോയെന്നുള്ളത്. അപ്പോൾ അവിടെ നിന്ന് ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ODIs നിലവിൽ പോയിട്ടുണ്ട്. ODIs ഷോർട്ടായിട്ടിരുന്നതുകൊണ്ടാണ് സെറ്റ് ഓൺ ആവാതിരുന്നത്. ഇതിൻ്റെ ODIs മാറ്റി ഇടണം. അപ്പോൾ എന്തായാലും ODIs മാറ്റിയിട്ടിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അതിന് കുറേ USB റീഡ് ആവുന്നുണ്ടോ ചെക്ക് ചെയ്ത് നോക്കാനുണ്ട്. USB വർക്ക് ചെയ്യുന്നില്ല എന്നൊരു കംപ്ലയിൻറ്റ് പറഞ്ഞായിരുന്നു. അപ്പോൾ അതും കൂടെ ചെക്ക് ചെയ്ത് നോക്കണം. മെയിൻ ODIs റിമൂവ് ചെയ്തതിന് ശേഷം സെറ്റ് ഓണായി. അതിനകത്ത് വേറെ പ്രശ്നമുള്ളത് CD ഡ്രൈവ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓൺ ആവത്തില്ല. ഇപ്പോൾ സെറ്റ് ഓണായി. CD ഡ്രൈവ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സെറ്റ് ഓൺ ആവുന്നില്ല. CD ഡ്രൈവ് കണക്ട് ചെയ്തു. സപ്ലൈ കണക്ട് ചെയ്താൽ ഓൺ ആകത്തില്ല. അപ്പോൾ CD ഡ്രൈവിൻ്റെ കംപ്ലൈൻറ്റും നോക്കേണ്ടി വരും. ഈ CD ഡ്രൈവ് വർക്ക് ചെയ്താൽ മാത്രമേ അതിനകത്ത് USB കാര്യങ്ങളെല്ലാം വർക്ക് ചെയ്യുള്ളൂ. ഈ കപ്പാസിറ്ററിനോട് ഒരു പ്രശ്നം കാണിക്കുന്നുണ്ട്. ഈ ട്രാക്കിനകത്ത് ഷോട്ടിങ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ട്രാക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കേണ്ടി വരും. ഈ ട്രാക്ക് കട്ട് ചെയ്തപ്പോൾ ഷോട്ടിങ് കാണിക്കുന്നില്ല. അപ്പോൾ ഈ ട്രാക്കിനകത്ത് വേറെ എന്തെങ്കിലും സ്പെയർ പോയിട്ടുണ്ടോ എന്ന് നോക്കേണ്ടി വരും. അപ്പോൾ ഈ ട്രാക്ക് കട്ട് ചെയ്ത് സ്ഥിതിക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം ഓൺ ആകുന്നുണ്ടോ എന്നുള്ളത്. CD ഡ്രൈവ് കണക്ട് ചെയ്യുമ്പോൾ ഓൺ ആവുന്നില്ലായിരുന്നു. ഇപ്പോൾ CD ഡ്രൈവ് ഇപ്പോൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓൺ ആകുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എന്നാലും ഓൺ ആവുന്നുണ്ട്. അപ്പോൾ ആ സെക്ഷനകത്ത് ഷോട്ടിംഗ് ഉണ്ട്. മെയിൻ IC ആണോ ഏതെങ്കിലും കപ്പാസിറ്റർ ആണോ ഷോട്ടിംഗ് എന്നുള്ളത് നോക്കണം. നിലവിൽ USB ഇതിനകത്ത് റീഡ് ആവുന്നില്ലായിരുന്നു. ഡിസ്ക് വർക്ക് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞായിരുന്നു. ട്രാക്കിനകത്ത് ഷോർട്ടാണ് കാണിക്കുന്നത്. ഈ കപ്പാസിറ്റർ ഷോർട്ട് കാണിക്കുന്നുണ്ട്. ഇത് കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഇപ്പുറത്തേയും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇത്രയും കപ്പാസിറ്റർ ഷോർട്ടിങ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെക്സ് ഒന്ന് ഇട്ടിട്ട് ഒന്ന് സപ്ലൈ കണക്ട് ചെയ്ത് നോക്കാം. IC ആണോ പ്രശ്നം കാണിക്കുന്നത് ഇനി കപ്പാസിറ്റർ ആണോ എന്നുള്ളത് നോക്കേണ്ടി വരും.
പ്രോപ്പർ ഗ്രൗണ്ട് ഇതിലുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കിയേക്കാം. ഗ്രൗണ്ട് ഉണ്ട്. ബൾബ് വെച്ചിട്ടൊന്ന് ചെറിയ ബൾബ് വെച്ചിട്ടൊന്ന് സീരിയസ് ചെയ്ത് നോക്കാം ഷോർട്ടിങ് തന്നെയാണ് കാണിക്കുന്നത് എന്നുള്ളത്. 5 വോൾട്ടാണ് ഞാനിപ്പോൾ കൊടുക്കുന്നത്. ഫൈവ് വോൾട്ട് കൊടുക്കുന്ന സമയത്ത് ഷോർട്ടിങ് ആണ് കാണിക്കുന്നത്. വലിയ ഷോർട്ടിങ് ഇല്ല, എന്നാൽ ഷോർട്ടിങ് ഉണ്ട്. അപ്പോൾ ഡയറക്റ്റ് ഒന്ന് 5 വോൾട്ട് ഒന്ന് കൊടുക്കാം. അന്നേരം കപ്പാസിറ്റർ അല്ല IC അതിൽ ഹീറ്റ് ആവുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റും. പിന്നെ വോൾട്ടേജും കൂടി ഒന്ന് ഡ്രോപ്പ് ആകാൻ എത്രയുണ്ടോ. ഇപ്പം നല്ലൊരു 5 വോൾട്ട് സംതിങ് ആണ് കണക്ട് ചെയ്തേക്കുന്നത്. ഇപ്പം നല്ലൊരു IC ആണ് ചൂടാകുന്നത്. നല്ല IC കംപ്ലൈൻ്റ് ആണ്. നന്നായിട്ട് ഹീറ്റ് ആവുന്നുണ്ട്. ഷോർട്ടിങ് മാറിയോ എന്ന് നോക്കിയേക്കാം. ഷോർട്ടിങ് മാറിയിട്ടില്ല. ഈ IC നിലവിൽ പോയതാണ്. ഈ ICയും കംപ്ലൈൻ്റ് ഉണ്ട്. അതിൻ്റെ അകത്ത് ODICയും പോയിട്ടുണ്ട്. ODICയും വെന്ത് പോയതാണ്. അപ്പോൾ വേറെ CD ഡ്രൈവ് വെച്ചിട്ട് USB റീഡ് ആവുന്നുണ്ടോ ബാക്കി ഓക്കെ ആണോ നോക്കിയിട്ട് ODIC മാറ്റിയിടുന്നതാണ് നല്ലത്. അപ്പോൾ വേറെ CD ഡ്രൈവ് ഒന്ന് കണക്ട് ചെയ്യാൻ നോക്കാം. സെയിം CD ഡ്രൈവ് വേറെ ഒന്ന് ഇരിപ്പുണ്ട്. കാസറ്റ് റെഡി ആവുകയല്ലാത്തതായിരുന്നു. അപ്പം അതിൻ്റെ അകത്ത് ഈ ട്രാക്കിനകത്ത് ഷോർട്ടിങ് കാണിക്കുന്നുണ്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ. അപ്പോൾ കംപ്ലൈൻ്റ് ഉണ്ടോ ഇല്ലെന്നുള്ള കറക്റ്റ് അറിയാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് ഈ ട്രാക്കാണ്. ഈ ബോണ്ടത്തും ഈ സെയിം കംപ്ലൈൻ്റ് ആണ്. ഇതിലിതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ IC കിട്ടുമോ നോക്കേണ്ടി വരും. പവർ ഓൺ ആക്കിയിട്ടുണ്ട്. ഡിസ്പ്ലേയിലൊന്നും കാണിക്കുന്നില്ല. ഈ സെറ്റിന് കോമൺ ആയിട്ട് വരുന്ന പ്രശ്നമാണിത്. CD ഡ്രൈവ് റിമൂവ് ചെയ്തു. ഞാൻ ഓണാക്കി നോക്കാം. ഇപ്പോൾ നിലവിൽ ഓൺ ആവുന്നുണ്ട്. ഈ IC കിട്ടുമെന്ന് തപ്പി നോക്കേണ്ടി വരും. ഈ IC കിട്ടിയാലേ എനിക്ക് USB ചെയ്യാൻ പറ്റത്തുള്ളൂ. എല്ലാം IC പോയതാണ്. CD ഡ്രൈവിൽ IC കംപ്ലൈൻ്റ് ആയതുകൊണ്ടാണ് സെറ്റ് ഓൺ ആവാത്തത്. CD ഡ്രൈവ് റിമൂവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഓൺ ആവുന്നുണ്ട്. ഇത് കിട്ടാൻ സാധ്യത കുറവാണ്. ഈ സാധനം ആ ട്രാക്കിനകത്ത് വേറൊന്നും ഷോർട്ടിങ് ആയിട്ടൊന്നും കാണുന്നില്ല. ഇതിൻ്റെ കപ്പാസിറ്റി ഷോർട്ടിങ് കാണിക്കുന്നത് ജസ്റ്റ് ഒന്ന് നമുക്ക് റിമൂവ് ചെയ്തൊന്ന് ടെസ്റ്റ് അടിച്ച് നോക്കാം. ടെസ്റ്റ് റെഡി ആയാലാവട്ടെ.
ഇതിനകത്ത് സി ഡി ഡ്രൈവിനകത്ത് ഒന്നും ചെയ്യാനില്ല. ഇനി ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ ഓക്സിനകത്ത് ഒന്നെങ്കിൽ ബ്ലൂടൂത്തോ അല്ലെങ്കിൽ USB ബോർഡോ സെപ്പറേറ്റ് വെച്ച് കണക്ട് ചെയ്യേണ്ടി വരും. അത് നിലവിൽ ചെയ്യാനുള്ളൂ. സി ഡി ഡ്രൈവിൻ്റെ IC നല്ലൊരു കംപ്ലൈൻ്റ് ആണ്. ഈ കപ്പാസിറ്റി കാര്യങ്ങളെല്ലാം പൊക്കി വിട്ട് നോക്കിയാൽ ഒന്നും പ്രശ്നമില്ല. ICക്കകത്ത് തന്നെയാണ് ഷോട്ടിങ് കാണിക്കുന്നത്. അപ്പോൾ ഇത് മാറ്റിയിട്ട് ഒരു USB ബോർഡോ അല്ലെങ്കിൽ ബ്ലൂടൂത്തിൻ്റെ ബോർഡോ ആഡ് ചെയ്ത് വിടേണ്ടി വരും. പിന്നെ ODICയും വേറെ ഇടേണ്ടി വരും. ODIC എൻ്റെ കയ്യിൽ പോയിട്ടുണ്ട്. അത്ര മാറ്റി കഴിഞ്ഞാൽ സംഭവം വർക്ക് ചെയ്യും. അതിൽ കസ്റ്റമറോട് ചോദിച്ചിട്ട് ബാക്കി ഡീൽ ചെയ്യാം. ബീറ്റിൻ്റെ സ്റ്റീരിയോ നിലവിൽ രക്ഷപ്പെടുത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇതിൽ കൂടുതലൊന്നും ചെയ്യാനില്ല. അപ്പോൾ ഇതിൻ്റെ CD ഡ്രൈവ് കാര്യങ്ങളൊന്നും വർക്ക് ചെയ്യാത്തതുകൊണ്ട് USB കാര്യങ്ങളൊന്നും വർക്ക് ചെയ്യുന്നില്ല. അപ്പം അതുകൊണ്ട് പെൻ ഡ്രൈവിൻ്റെ ഒരു സാധാ ബോർഡ് കയറ്റി അത് USB സോക്കറ്റിലേക്ക് കണക്ട് ചെയ്തു. പിന്നെ ഓക്സ് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് നെക്സ്റ്റ് പ്രീവിയസ് സ്വിച്ച് ചെയ്ത് കണക്ട് ചെയ്തു. പിന്നെ മോഡ് മാറ്റാൻ വേണ്ടി USB എന്നുള്ള സോക്കറ്റിലാണ് കണക്ട് ചെയ്തേക്കുന്നത്. ബാക്കി വോളിയം പാസ് ട്രിബിളെല്ലാം പഴയ പോലെ തന്നെ വർക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് എന്തായാലും ഓൺ ആക്കിയിട്ടൊന്ന് ചെക്ക് ചെയ്യാം. പവർ കൊടുത്തിട്ടുണ്ട്. നിലവിൽ ഓൺ ആയിട്ടുണ്ട്. ആദ്യമേ CD ഡ്രൈവ് ഇല്ലാത്തത് എറർ കാണിക്കും. ജസ്റ്റ് ഒന്ന് ഒരു ഓക്സ് മോഡാക്കുക. പിന്നെ USB പാനലിൽ ഓളി ചെയ്താൽ തന്നെ കൺട്രോൾ ചെയ്യാം. പ്രസ് ചെയ്ത് പിടിക്കുന്ന ഓളിയും കുറയും. ഇതാണ് മോഡ് സ്വിച്ച് വെച്ചേക്കുന്നത്. ഇതിൽ കാർബൺ ആയതുകൊണ്ട് ചിലപ്പോൾ ചെറുതായിട്ട് ഒരു ടച്ച് ആവാൻ സാധ്യതയുണ്ട്. അത് സീരീസ് കണക്ഷനെ കിടന്നുകൊണ്ട് ഓഫായിപ്പോയാണ്. സെറ്റ് ഓൺ ആകുന്ന സമയത്ത് ഒരു എറർ കാണിക്കും. അപ്പോൾ റിമോട്ടെല്ലാം വർക്ക് ചെയ്യാം. കൂടുതലും ബീറ്റായി വരുന്ന സെറ്റിൻ്റെ CD ഡ്രൈവ് കംപ്ലൈൻ്റ് ആയിട്ടാണ് സെറ്റ് വർക്ക് ചെയ്യാതെ വരുന്നത്. അപ്പോൾ CD ഡ്രൈവ് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ IC നമുക്ക് കിട്ടാനില്ലാത്തതുകൊണ്ട് നിലവിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ഓക്കെ, താങ്ക് യു.